റിയാസ് അബൂബക്കർ കൊടും ഭീകരവാദിയെന്ന് കൊച്ചി NIA കോടതി. ഭീകരവാദ വിഷവിത്തുകൾ പാകുന്നത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുമെന്നും കോടതി. ചാവേർ ആക്രമണ പദ്ധതി കേസിൽ ശിക്ഷാവിധി പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ഭീകരവാദം വിനാശകരമാണെന്നും ഇത്തരം കേസുകളിൽ വിധി സമാന മനസ്കർക്ക് പാഠമാകണമെന്നും വ്യക്തമാക്കിയ കോടതി ഭീകരവാദത്തിന്റെ വിഷവിത്തുകൾ പാകുന്നത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുമെന്നും നിരീക്ഷിച്ചു. സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴിയും റിയാസ് അബൂബക്കർ ഭീകരവാദ പ്രവർത്തനം നടത്തി. ഭീകരവാദത്തിന് താക്കീതാണ് പരമാവധി ശിക്ഷയെന്നും കൊച്ചിയിലെ പ്രത്യേക NIA കോടതി വ്യക്തമാക്കി. തുടർ സ്ഫോടന ചാവേർ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ട കേസിൽ ഏകപ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ് ലഭിച്ചിരുന്നു. UAPA 38-39 വകുപ്പുകൾ പ്രകാരവും IPC 120B പ്രകാരവും പ്രത്യേകമായി ആകെ 25 വർഷം തടവാണ് ശിക്ഷ ലഭിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കുമ്പോൾ 10 വർഷമാണ് കഠിന തടവ്. സമൂഹ മാധ്യമങ്ങൾ വഴി റിയാസ് ഭീകരവാദ ആശയ പ്രചാരണങ്ങൾ നടത്തിയതും NIA കോടതിയിൽ സംശയാതീതമായി തെളിയിച്ചു. ഡീറ്റെയിൽ തെളിവുകളടക്കം NIA ഹാജരാക്കിയ തെളിവുകളും നിർണായകമായി. ഭീകരവാദ ആശയങ്ങൾ മനുഷ്യ മനസ്സുകൾ എത്രമാത്രം വിഷലിപ്തമാക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. NIA കോടതി ജഡ്ജി മിനിയസ് ദാസ് ആണ് കേസിൽ വിധി പറഞ്ഞത്. ശ്രീലങ്കൻ സ്ഫോടനങ്ങളുടെ മുഖ്യ സൂത്രധാരൻ സഫ്രാൻ ഹാഷിമുമായും റിയാസ് ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി IS ഭീകരൻ അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ ഓഡിയോ ക്ലിപ്പുകളും റിയാസ് അബൂബക്കറിന്റെ കൈവശമുണ്ടായിരുന്നു. വളപട്ടണം IS കേസിലെ അബ്ദുൽ ഗയ്യൂമിന്റെ ശബ്ദ സംഭാഷണങ്ങളും NIA പിടിച്ചെടുത്തിരുന്നു. കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്ത് സ്വർഗാവകാശികളാകുന്ന ഇസ്തിഷിഹാദിയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഭീകരവാദത്തിന്റെ വേരർത്ത് ഉന്മൂലനാശം ചെയ്യേണ്ടതിനെ കുറിച്ച് തന്നെയാണ് കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത്. റിയാസ് അബൂബക്കറിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച അബ്ദുൾ ഗയ്യൂമിന്റെ റെക്കോർഡുകളിൽ കൃത്യമായി പറയുന്നത് ചാവേർ ആക്രമണത്തെക്കുറിച്ചാണ്. അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും അത് സാധൂകരിക്കുന്നതിനെക്കുറിച്ചും എല്ലാം തന്നെയാണ് ഈ സംഭാഷണങ്ങളിൽ ഉടനീളമുള്ളത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.